വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നവരുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് തംബ്നെയിൽ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ അവർ വരുത്തിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഞാനിവിടെ വീഡിയോയിൽ തുടരെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ ദിനം പ്രതി വീഡിയോസ് ആയിട്ട് ഇടുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ശ്രമിച്ചാലും നമുക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റും. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം നമ്മളും കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാലും നമുക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റും എന്നൊരു അവയർനെസ്സും ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒപ്പം ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ്സ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോഴ്സോട് കൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സക്സസ് സ്റ്റോറിയിൽ ഇവർ പറഞ്ഞത് ഏറ്റവും ആദ്യം തന്നെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗയും അതുപോലെ തന്നെ പ്രാണായാമവും ചെയ്തെന്നാണ് ഇവർ പറഞ്ഞത്. അതിൽ ഇവർ പറഞ്ഞ 2 യോഗ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തേത് ബ്രഹ്മരി പ്രാണായാമ, രണ്ടാമത്തേത് അനുലോമ വിലോമ ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒപ്പം അവർ ഫോളോ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ടിപ്സ് നമുക്ക് നോക്കാം. അവർക്കൊരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ആദ്യമായി ഫോളോ ചെയ്ത 2 കാര്യങ്ങൾ ബ്രഹ്മരി പ്രാണായാമ ആൻഡ് അനുലോമ വിലോമ. ഇതിൽ അനുലോമ വിലോമ നമുക്ക് ആദ്യം നോക്കാം. അനുലോമ വിലോം. ഈ അനുലോം വിലോം എന്ന് പറയുന്ന പ്രാണായാമം നമ്മൾ യോഗാസൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് എക്സസൈസ് ആണ് ഇത്. ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഇത് കേട്ടോ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുത്ത് ഒരു മൂക്ക് നമ്മൾ അടച്ചു പിടിച്ച് ശ്വാസം അകത്തേക്ക് നല്ല ഡീപ്പായിട്ട് എടുത്തിട്ട് ആ മറ്റേ സൈഡ് നമ്മൾ തുറന്നു പിടിച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെയാണ് ഈ ഒരു അനുലോമ വിലോമ എന്നുള്ള യോഗാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വരെ ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ് ഇത്. ഈ ഒരു പ്രാണായാമം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ആ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളിലെ ഹോർമോണൽ ഇംബാലൻസസ് തടയുന്നതിന് ഇത് സഹായിക്കുന്നു. ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ്. നമ്മൾ ഈ ശ്വാസം അകത്തേക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിനനുസരിച്ച് ആ ഒരു ഓക്സിജൻ സപ്ലൈ ഉള്ള ആ ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും ഈ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ഈ ഓക്സിജൻ കലർന്നിട്ടുള്ള ഈ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് നമ്മുടെ ഓവറീസിലോട്ടൊക്കെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എഗ്ഗ് കൂടുതൽ ക്വാളിറ്റിയോടുകൂടി വളരുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. മൂന്നാമതായിട്ടുണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ഹെഡ് മുതൽ അതുപോലെ നമ്മുടെ ടോസ് വരെയുള്ള എല്ലാ ഭാഗത്തിലോട്ടും ഈ ഒരു ഓക്സിജൻ സപ്ലൈ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം തന്നെ ഒട്ടുമിക്കപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥകളിൽ നിന്നും നമുക്ക് ഒരു മുക്തി നേടാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ഇത് സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമ, അതായത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ബ്രഹ്മരി പ്രാണായാമ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ, നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് ശബ്ദവും ബഹളവും ഒന്നുമില്ലാത്ത ഒരു റൂമിൽ നിങ്ങളെ തന്നെ ഒന്ന് സങ്കല്പിക്കുക. ആ റൂമിൽ നിങ്ങൾ നിലത്ത് ഇരിക്കുക, ചമ്രം വടിഞ്ഞ് നിങ്ങൾ ഇരിക്കുക. അത് ഒരു കാലും ഇങ്ങനെ ഒരു കാലും മറ്റൊരു കാലും കൂടി ചേർത്ത് കോർത്തിണക്കി നിങ്ങൾ ഇരിക്കുക, ചമ്രം വടിഞ്ഞ് ഇരിക്കുക. അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈ ഏകദേശം ഞാനിവിടെ ഫോട്ടോയിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ 2 കൈകളും നമ്മുടെ തൊടയുടെ അല്ലെങ്കിൽ കാൽമുട്ടിന്റെ ഭാഗത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഇൻ എന്ന് പറയുന്നത് നമ്മൾ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. നല്ലതുപോലെ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുന്നത് എത്ര സമയമാണോ അതിനേക്കാളും സ്ലോ ആയിട്ട് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 സെക്കൻഡ് നിങ്ങൾ എടുക്കുക. അതായത് ആ ഓക്സിജൻ കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ കീപ്പ് ചെയ്ത് വെക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കും. അപ്പൊ നമ്മൾ സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലുണ്ടാവുമല്ലോ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, ഈ 2 നമ്മുടെ കൈകളുടെയും ഇൻഡെക്സ് ഫിംഗർ എടുത്ത് നമ്മുടെ 2 ചെവിയോട് ചെവിയുടെ ആ ഒരു ഹോളും അടച്ച് നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബീസ് കരയില്ലേ, നമ്മുടെ ചീവീടുകളൊക്കെ കരയുന്ന പോലെ ഒരു സൗണ്ട് ഇല്ലേ, അങ്ങനെ ഒരു സൗണ്ട് ഇല്ലേ, ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുക. സ്ലോലി നമ്മൾ ബ്രീത്ത് ഇൻ ഇതുപോലെ അങ്ങനെ ഡീപ്പായിട്ട് എടുത്തതിന് ശേഷം
ഇങ്ങനെ ഒരു സൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഔട്ട് ചെയ്യുക. കാരണം ഒരു ഡെമോ എന്നുള്ള രീതിക്കാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. വേറെ ഒരു ചാനലിൻ്റെയും എനിക്ക് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഇട്ട് തരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത് കേട്ടോ. ബ്രീത്ത് ഇൻ സ്ലോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ബ്രീത്തിന് അറിയാൻ പറ്റണം. ദെൻ സ്ലോലി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും ആ എന്നൊരു സൗണ്ടിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ചെവിട്ടിൽ വെച്ചിരിക്കുന്ന വിരലുണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ മുട്ടിന്റെ അവിടെ തന്നെ നമ്മൾ നോർമലായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് എടുക്കുന്ന ആ ഒരു സൗണ്ട് വേണം കേട്ടോ. ഇതുപോലെ എടുത്ത് എത്ര നേരം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് കൊടുക്കുമ്പോഴേക്കും ആ സൗണ്ടോടുകൂടി ആ ഒരു സൗണ്ടോട് കൂടി തന്നെ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ സ്ലോലി ബ്രീത്തിന് അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് എത്തും. നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡ് അത്രയും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകും. ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതൊരു നല്ലൊരു റിഫ്രഷ്മെന്റ് എഫക്റ്റ് തരും. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ മൈൻഡ് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കണം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ. അതിലാണ് നമ്മുടെ പവർ അടങ്ങിയിട്ടുള്ളത്. ഏത് സമയത്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യരുത്. അതിനുശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. മൂന്നാമത്തേത് ആവണക്കണ്ണ് ഉപയോഗിച്ചിട്ടുള്ള മസാജാണ്. ആയുർവേദത്തില് നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഈ നേവൽ ബട്ടനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയിൻസ് വന്ന് അതൊന്ന് ജോയിൻ ആയി പോകുന്നതും നമ്മുടെ ഒരു ലിങ്ക് ആയിട്ടുള്ള പോകുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ ഈ നേവൽ ബട്ടൺ അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് വഴി ഇതുപോലെ കണക്റ്റഡ് ആയി പോകുന്ന ഒരുപാട് വെയിൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ഓർഗൻസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേവൽ ബട്ടന് അടുത്തായിട്ടാണ്. അതിന് മുകളിലായിട്ടും അടുത്തായിട്ടും ഒക്കെയാണ്, താഴെയായിട്ടും അടുത്തായിട്ടും ഒക്കെയാണ് പല റീപ്രൊഡക്റ്റീവ് ഓർഗൻസും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇതിന് നമ്മൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ്, അതായത് ആവണക്കെണ്ണയാണ്. എന്തുകൊണ്ട് ആവണക്കെണ്ണ ഇതിന് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ അടിവയറിലെ കോശങ്ങളുടെ ഒക്കെ അതിനൊന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ പെൽവിക്കിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചില ആളുകൾക്ക് വയറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വേദന വരുന്നുണ്ട്. പീരിയഡ്സിന്റെ വേദനയല്ല ഉദ്ദേശിച്ചത്. പീരിയഡ്സിന്റെയും ഇംപ്ലാന്റേഷന്റെയും ഓവുലേഷന്റെയും വേദനകളല്ലാതെ ചില ആളുകൾക്ക് വേദന ഉണ്ടാവുന്നുണ്ട്. വയറിൽ ദഹിക്കാതെ പോലെ കിടക്കുന്ന അവസരങ്ങൾ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, ഇൻഡൈജഷൻ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, മലബന്ധം ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടും, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഇംപ്രൂവ് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ മെൻസ്ട്രൽ ക്രാമ്പ് ഇത് കുറയ്ക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലുള്ള പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഓവറീസ് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന മറ്റെല്ലാ ടിപ്പും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകുന്നതിന് വേണ്ടിയിട്ടും, ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, എംബ്രിയോ അറ്റാച്ച് ആവുകയാണെങ്കിൽ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിന് പടിപടിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഈ ബെല്ലി ബട്ടൺ വാഗസ് നെർവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നമ്മുടെ ഒരു വിശ്രമവും നമ്മുടെ റിലാക്സേഷനും ഒക്കെ പ്രോപ്പറായിട്ട് നിയന്ത്രിക്കുന്ന ഒരു പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ബെല്ലി ബട്ടൺ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം.
ഇനി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആവണക്കെണ്ണ എന്ന് പറയുന്നത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. പല ഓയിലിന്റെയും ആ ഒരു ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിൽ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഓയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആവണക്കെണ്ണ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കുറച്ച് തിക്കായിരിക്കും അതിന്റെ ടെക്സ്ചർ. കോക്കനട്ട് ഓയിൽ പോലെ ഭയങ്കര ലൂസ് ആയിരിക്കില്ല ഇത്, ഭയങ്കര തിക്ക് കട്ടിയുള്ള ഒരു ടെക്സ്ചർ ഘടനയായിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ചെടുത്തതിന് ശേഷം ഇപ്പൊ ഒരു കുഞ്ഞു ചോറും പാത്രമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കറിപ്പാത്രം എടുത്തിട്ട്, ഒരു സ്റ്റീലിന്റെ കറിപ്പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട ഒരു 1-2 സ്പൂണ് ആവണക്കെണ്ണ നിങ്ങൾ അതിലോട്ട് ഒഴിക്കുക. ദെൻ നമ്മൾ അത് അടപ്പത്ത് വെച്ചിട്ട് പയ്യെ ഒന്ന് ചൂടാക്കുക. അപ്പൊ അതിന്റെ ഒന്ന് കട്ടി ഒന്ന് കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അതേ ചൂടോടുകൂടി ഒഴിക്കാനായിട്ട് പാടില്ല. ആ ഓരോന്ന് വാമാക്കിയതിനു ശേഷം പയ്യെ ഒന്ന് അതിന്റെ ചൂടൊന്ന് പോയി, എന്നാൽ ഒരുപാട് ചൂടും ഇല്ല ഭയങ്കര തണുപ്പും ഇല്ലാത്ത ഒരു മീഡിയം ലെവൽ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ലെവലിൽ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കുട്ടികളുടെ ഫില്ലർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ബെല്ലി ബട്ടന്റെ അകത്ത് തന്നെ വീഴും. അതല്ലെങ്കിൽ അത് ഒരുപാട് തുളുമ്പി പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പറ്റാത്തവരെ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി സ്പൂണിന്റെ മറുവശം ഉണ്ടാവുമല്ലോ, ആ മറുവശത്തും ഭയങ്കര തിന്നായിട്ടുള്ള രീതിക്ക് ഒരു ഷേപ്പ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡ് വെച്ചിട്ട് പയ്യെ നമ്മുടെ ഒരു ബെല്ലി ബട്ടനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫില്ലാവുന്ന ഒരു പോർഷനിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ആവണക്കെണ്ണ കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു നേവലിന് ചുറ്റുമുള്ള പോർഷനിൽ പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ടൊന്നും മസാജ് ചെയ്യേണ്ട, പയ്യെ നമ്മൾ ശരീരത്തിന് വേദനിക്കാത്ത രീതിക്ക് പയ്യെ ഒന്ന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റോളം നിങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റർ ഓയിൽ തുളുമ്പി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, അത് ടെൻഷൻ ആവേണ്ട കാര്യമല്ല. അത് കുറച്ച് അങ്ങോട്ട് ശരീരം തന്നെ അബ്സോർബ് ആക്കി കുറെ അങ്ങോട്ട് എടുത്തോളും. ബാക്കി നമ്മളിപ്പോൾ ഒരു മസാജ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും തുളുമ്പി പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴേക്കും ഓയിൽ ആ ഡ്രസ്സിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അനത്ത ഒരു ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത് അവിടെ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടാകും. ഏകദേശം ഓവുലേഷൻ സമയം വരെ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്താൽ മതി. പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 10-12 ദിവസം കിട്ടുമല്ലോ. ചിലവർക്ക് സൈക്കിൾ ലെങ്ത്തിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഓവുലേഷൻ ദിവസം 14, 15, 16, 17, 18 ഒക്കെ ആയി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്നാണോ എക്സാക്ട് ആയിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് വരുന്നത് ആ ദിവസം വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തതായി എല്ലാ ദിവസവും ക്യാരറ്റ് ഉപയോഗിക്കാനായി ശ്രദ്ധിച്ചു. ക്യാരറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിൽ ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആക്കുന്നു. വിറ്റമിൻ എ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ നടക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പീരിയഡ്സ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ആ ബെനിഫിറ്റ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ മറ്റുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട് എന്നിങ്ങനെയുള്ള കണ്ടന്റ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിത് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിറ്റമിൻ സി നമ്മുടെ സെർവിക്സ് കൂടുതൽ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ സെർവിക്സിൽ കൂടെ മറ്റുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിലോട്ട് എത്തുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇത് എടുത്താലും നമുക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഫോളേറ്റും അതുപോലെ ബി വിറ്റമിൻസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റിയോടുകൂടി അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഈ ഫോളേറ്റും ബി വിറ്റമിനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഗ്രോ ആകുന്നതിനും കുഞ്ഞിന് ഡിഫക്ട്സ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫ്ലൂയിഡ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ അതോടൊപ്പം തന്നെ ഓവറോൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റു പല ആന്റി ഓക്സിഡൻസ് നമ്മുടെ ആ ഒരു എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എഗ്ഗിന് ഡാമേജ് ഉണ്ടാവുന്നതും അതുപോലെ സ്പോമിന് ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പുരുഷൻ ഓവുലേഷന് മുൻപായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ സ്പോമിന്റെ ക്വാളിറ്റിയും അതുപോലെ DNA ഡാമേജും ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം തന്നെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകാതെ നോക്കുന്നതിനും വിറ്റമിൻ ഇ സെല്ലിന്റെ ആ ഒരു മെംബ്രെയിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ.
പിന്നീട് ഇവർ തമ്മിൽ പറഞ്ഞത് ഇത്രയധികം ടിപ്സ് ഫോളോ ചെയ്തതിനോടൊപ്പം തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് വീട്ടു ജോലികൾ അവോയ്ഡ് ചെയ്തു എന്നാണ്. അതിൽ ഇവർ കമന്റിൽ തന്നെ നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ട് വന്നിട്ടുള്ള ജോലികളൊക്കെ ഈ സമയത്ത് ചെയ്തിരുന്നു എന്ന്. നമ്മളിപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് എടുത്ത് പൊക്കിക്കൊണ്ട് ആ സമയത്ത് വരുന്നത് നല്ലതല്ല. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ ബോഡിക്ക് കെയർ കൊടുക്കാറില്ലേ? പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരിക്കലും 2 ബക്കറ്റിൽ നിറച്ച് വെള്ളം ഒടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമോ? ഇല്ല. പണ്ടത്തെ തലമുറയിൽ ചെയ്യുമായിരുന്നു. ഇന്നത്തെ നമുക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് അങ്ങോട്ട് വിടാറില്ല ആദ്യത്തെ 3 മാസം. പിന്നീട് അങ്ങോട്ടേക്ക് പ്രഗ്നൻസി അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് വെയിറ്റ് എടുത്തിട്ട്, കാരണം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് റൂമിലൊക്കെ കൊണ്ടേ ബാത്റൂമിലൊക്കെ കൊണ്ടേ ഒഴിച്ചു വെക്കുമ്പോഴേക്കും അത് കുറച്ചൊരു എഫേർട്ടുള്ള കാര്യമായതുകൊണ്ട് ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ അതുപോലുള്ള മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. മൂത്ത കുഞ്ഞിനെ ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് എടുത്ത് വെക്കാതിരിക്കുക, ഇരുത്തി കളിപ്പിക്കുക. ബെഡിൽ ഇരുത്തിയിട്ടോ മടിയിൽ ഇരുത്തിയിട്ടോ നിങ്ങൾ കളിപ്പിക്കുക, പ്രശ്നമൊന്നുമില്ല. ഒരുപാട് കുമ്പിട്ട് നിവർന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. കാരണം നമുക്ക് കൊളുത്തി പിടിക്കാനും മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ബോഡിയിൽ ഓൾറെഡി ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളും കൂടി ബോഡി ഒന്നുകൂടി ടയേർഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡിക്ക് മാക്സിമം കെയർ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കുമ്പിട്ട് നിവരുമ്പോഴും തുടക്കുന്ന സമയത്ത് മുറ്റടിച്ച് വരുന്ന സമയത്തും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അവർ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.